നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോഡിനെ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ ഉള്ള ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ഗെയിൻ ഓർ ലോസ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ പറഞ്ഞത് തന്നെ ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ഗെയിൻ ഓർ ലോസ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനോ ഉള്ള കഴിവിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനോ ഉദ്ദേശിച്ചത് വിട്ടുകൊടുക്കാനോ ഉള്ള കഴിവിന് പറയുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ രണ്ട് ടൈപ്പ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഉണ്ടാവാം. ഒന്ന് ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോണും ഒന്ന് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോണും. അപ്പോൾ ഒന്നാമത്തെ ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. കാരണം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, മുന്നേ പഠിച്ചതാണ്. ഇനി അടുത്തത് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ ഈസ് കാൾഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സിമ്പിൾ ആണ്. എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് ആലോചിച്ചാൽ മതി, അപ്പൊ അന്ന് കിട്ടും. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും കൂടി കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി the oxidation and reduction potentials are numerically equal with opposite sign. രണ്ടിന്റെയും വാല്യൂ സെയിം ആയിരിക്കും എന്നാ പറയുന്നത്. ഇപ്പോൾ 1.16 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിലും ഒരു മെറ്റലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിലും വാല്യൂ സെയിം ആയിരിക്കും, പക്ഷെ സൈൻ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ 4 പോയിന്റ്സ് ആണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ പറഞ്ഞത്. ഒന്ന്, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ്. ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ ഓർ ഗെയിൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനോ സ്വീകരിക്കാനോ ഉള്ള ടെൻഡൻസിക്കാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. രണ്ടെണ്ണാണുള്ളത്. ഒന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഒന്ന് റിഡക്ഷൻ പൊട്ടൻഷ്യലും. അപ്പോൾ ഓക്സിഡേഷൻ എന്താ റിഡക്ഷൻ എന്താന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ ഈസ് കാൾഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. രണ്ടിന്റെയും വാല്യൂസ് ന്യൂമറിക്കലി ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് മാത്രം. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ EMF എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സെല്ലിന്റെ EMF കാണാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. EMF ഓഫ് എ സെൽ, അതായത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ E സെൽ എന്നാണ് രേഖപ്പെടുത്തുന്നത്. ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡ്. ഇതാണ് ഇക്വേഷൻ. E കാഥോഡ് മൈനസ് E ആനോഡ്. ഇത് പഠിച്ചു വെക്കാം. അതായത് കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ ആണ് ഒരു സെല്ലിന്റെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് കാഥോഡിന്റെയും ആനോഡിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് EMF ഓഫ് ദ സെൽ. ഇപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. EMF ഓഫ് ദ സെൽ E സെൽ. EMF എന്ന് പറയുന്നത് E സെൽ എന്നാണ് രേഖപ്പെടുത്താറ്. E സെൽ ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡ്. ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെയാണ് ഷോർട്ടാക്കി EMF എന്ന് എഴുതിയിരിക്കുന്നത്. അതിനെ തന്നെയാണ് E സെൽ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡ്. ആനോഡിന്റെയും കാഥോഡിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവാൻ പ്രോബ്ലംസ് ആയിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറ്. മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പഠിച്ച ഡാനിയൽ സെൽ, അതായത് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അതിൽ ഏതായിരുന്നു ആനോഡ്, ഏതായിരുന്നു കാഥോഡ്? അത് ഓർമ്മയില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ സിങ്ക് ആണ് ആനോഡ്, കോപ്പർ ആണ് കാഥോഡ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏതാണ്? ഡാനിയൽ സെൽ. ഇൻ ഡാനിയൽ സെൽ zinc is anode and copper is the cathode. ഈ സെല്ലിന്റെ EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡാനിയൽ സെല്ലിന്റെ EMF ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സിങ്കിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.76 വോൾട്ട് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. കോപ്പറിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.34 വോൾട്ട് ആണ്. അപ്പോൾ സിങ്കിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് തന്നു. അതായത് കാഥോഡ് പൊട്ടൻഷ്യലും ആനോഡ് പൊട്ടൻഷ്യലും നമുക്ക് കിട്ടി. ഏതാണ് കാഥോഡ് എന്ന് പറയുന്നത്? കോപ്പർ ആണ് കാഥോഡ്. അപ്പോൾ കാഥോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതാണ് 0.34. ഏതാണ് ആനോഡ്? സിങ്ക് ആണ് ആനോഡ്. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ 0.76 -0.76. അതായത് ആനോഡ് പൊട്ടൻഷ്യൽ ആണ് 0.76 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ഡാനിയൽ സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ പോവാണ്. E സെൽ ഈക്വൽ ടു ഇക്വേഷൻ ആദ്യം തന്നെ എഴുതാം. ഇക്വേഷൻ മാർക്ക് ഉണ്ട്. E കാഥോഡ് മൈനസ് E ആനോഡ്. അപ്പോൾ ഇത്രയും സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നതാണ്.
ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഏതാണ് കാഥോഡ് നോക്കുക. ഏതാണ് കാഥോഡ്? കോപ്പർ ആണ്. കോപ്പറിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0.34 മൈനസ് ഈ ആനോഡ്. ആനോഡിന്റെ പൊട്ടൻഷ്യൽ ഏതാണ്? ആനോഡ് സിങ്ക് ആണ്. സിങ്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എത്രയാണ്? 0.76. വെറും 0.76 അല്ല, മൈനസ് ഉണ്ട്. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെയും ഒരു മൈനസ് ഇടാം. അതായത് അതാണ് അതിന്റെ വാല്യൂ 76. 0.34 മൈനസ് 0.76. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 0.34 പ്ലസ് 0.76 എന്നാണ് അർത്ഥം. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട്. ഇതാണ് ആൻസർ. അപ്പൊ എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ നമുക്ക് ഇപ്പോൾ ഓരോ സെല്ലുകൾ, ഇപ്പോൾ ഡാനിയൽ സെല്ലാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പോൾ എക്സാമിന് പലതും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ പൊട്ടൻഷ്യൽ തരും, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തരും. അപ്പോൾ സിങ്കിന്റെ തന്നത് മൈനസ് 0.76 ആണ്. കോപ്പറിന്റെ പോസിറ്റീവ് വാല്യൂ ആണ് 0.34 ആണ്. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ EMF കാണാനാണെങ്കിൽ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി വെക്കുക. പ്രോബ്ലംസ് തെറ്റിയാലും ഇക്വേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് മാർക്കുണ്ട്. അപ്പോൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നാണ് ഇക്വേഷൻ. കാഥോഡ് ഏതാ നോക്കുക. കോപ്പർ ആണ്. കോപ്പറിന്റെ വാല്യൂ എത്ര വെച്ചാൽ അത് എഴുതി വെക്കുക. മൈനസ് ഈ ഒരു മൈനസ് കൊടുക്കുക. ഈ ആനോഡ് എന്ന് പറയുന്നത് ആനോഡ് സിങ്ക് ആണ്. മൈനസ് 0.76. അപ്പോൾ ആ മൈനസ് എഴുതാൻ മറക്കരുത്. രണ്ട് മൈനസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ഇങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് വരാം. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? എലമെന്റ്സിനെ അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് in the increasing order of their reduction potential. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ അത് കൂടി വരുന്ന ക്രമത്തിൽ ഓരോ എലമെന്റ്സിനെയും അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ തന്നെ ആക്ടിവിറ്റി സീരീസ് എന്നും പറയും. അതിന്റെ മറ്റൊരു പേരാണ് ആക്ടിവിറ്റി സീരീസ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് പോയിന്റ്സ് ആണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ആക്ടിവിറ്റി സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആൾസോ നോൺ ആസ് activity series. It is the arrangement of elements in the increasing order of their standard reduction potential. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരുന്ന ക്രമത്തിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പൊ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സയന്റിസ്റ്റ് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് എലമെന്റ്സിനെ മൊത്തം അങ്ങനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പഠിക്കണമെന്നില്ല, ഈ രണ്ട് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് 0 വോൾട്ട്. അതുപോലെ ഇവിടെ മുകളിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? കുറെ എലമെന്റ്സ് ഉണ്ട്. സിങ്കിന്റെ കാണിച്ചിട്ടുണ്ട് മൈനസ് 0.76 വോൾട്ട്. ഇങ്ങനെ എല്ലാത്തിന്റെയും വോൾട്ടേജും അതുപോലെ മെറ്റൽ ഏതാണോ അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏതാണോ അത് രണ്ടും കാണിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു സീരീസിൽ. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മൂന്നെണ്ണത്തിനെ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പൊ സിങ്കിന്റെ മൈനസ് 0.76 ആണ്. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോഴും കണ്ടിരുന്നു. ഹൈഡ്രജന്റെ 0 വോൾട്ട് ആണ്. അപ്പോൾ ഗോൾഡ് AU എന്ന് പറയുന്നത് എന്താണ്? ഗോൾഡ് ആണ്. അതിന് പ്ലസ് 1.69 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? മൈനസ് വാല്യൂയിൽ നിന്ന് 0യിലേക്ക് എത്തി. അതായത് വാല്യൂ കൂടി വന്നു. 0യിൽ നിന്ന് 1.69ലേക്ക് എത്തി, വീണ്ടും കൂടി വന്നു. അപ്പൊ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? കുറഞ്ഞതിൽ നിന്ന് കൂടി വരുന്ന ക്രമത്തില് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരുന്ന ക്രമത്തിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ കൂടി വരുന്ന ക്രമത്തിൽ എലമെന്റ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് എന്താ? ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഈ എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്താണ് ഇതിന്റെ ഉപയോഗങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒരു 5 പോയിന്റ് ആണ് ഇതിൽ പറയാനുള്ളത്. ആപ്ലിക്കേഷൻസ് ചോദിച്ചാലും ഈ 5 പോയിന്റ് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ആക്റ്റീവ് മെറ്റൽസ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ്. ഏറ്റവും മുകളിലായിട്ട്, അതായത് ആക്ടിവിറ്റി സീരീസിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഏറ്റവും മുകളിലാണ് ഏറ്റവും ആക്ടിവിറ്റി കൂടിയ റിയാക്ഷനിൽ ഏറ്റവും എളുപ്പത്തിൽ പങ്കെടുക്കുന്ന മെറ്റൽസ് ഒക്കെ കാണപ്പെടുന്നത് ഏറ്റവും മുകളിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇതില് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തിൽ തന്നെ ഏതാണ് കൂടുതൽ ആക്ടിവിറ്റി ഉള്ള മെറ്റൽസ് എന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മള് സിങ്ക് ആണോ നിക്കൽ ആണോ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നേരെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയാൽ മതി. സിങ്ക് ആണോ നിക്കലാണോ മുകളിൽ കിടക്കുന്നത്? സിങ്ക് ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നിക്കലിനെ കമ്പയർ ചെയ്യുമ്പോൾ സിങ്ക് ആണ് ആക്ടിവിറ്റി കൂടിയ മെറ്റൽ. അതുപോലെ അലുമിനിയവും സിങ്കും കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും? അലുമിനിയം ആണ്. അതുപോലെ അലുമിനിയം മഗ്നീഷ്യം കമ്പയർ ചെയ്യുമ്പോൾ മഗ്നീഷ്യം ആണ്. അപ്പൊ ഏതാണോ ഏറ്റവും മുകളിൽ കിടക്കുന്ന മെറ്റൽ അതാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉള്ളത്.
അപ്പൊ അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു അപ്ലിക്കേഷൻ കിട്ടി. എന്താണത്? വി ക്യാൻ കമ്പയർ ആക്ടിവിറ്റി ഓഫ് എലമെന്റ്സ്. രണ്ട് എലമെന്റ്സ് തന്നു കഴിഞ്ഞാൽ ഏതാണ് കൂടുതൽ ആക്ടിവിറ്റി എന്നുള്ളത്, ആക്റ്റീവ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ആ സീരീസ് നോക്കിയാൽ മതി, ഏതാ മുകളിൽ കിടക്കുന്നത് നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ പോയിന്റ്, മെറ്റൽസ് എബോവ് ഹൈഡ്രജൻ ആർ ഈസിലി റസ്റ്റഡ്. ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന മെറ്റൽസ് പെട്ടെന്ന് റസ്റ്റിംഗ് ചെയ്യും, അതായത് പെട്ടെന്ന് തുരുമ്പെടുക്കും എന്നാണ് പറയുന്നത്. താഴെയുള്ള മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ മുകളിലുള്ള മെറ്റൽസിനാണ് പെട്ടെന്ന് റസ്റ്റിംഗ് നടക്കുക എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത്, മെറ്റൽസ് എബോവ് ഹൈഡ്രജൻ റിലീസ് ഹൈഡ്രജൻ ഗ്യാസ് ഓൺ റിയാക്ഷൻ വിത്ത് ആസിഡ്സ്. അപ്പൊ ഈ പറഞ്ഞ പെട്ടെന്ന് റസ്റ്റിംഗ് നടക്കുന്ന പറഞ്ഞ എലമെന്റ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് എളുപ്പത്തിൽ റിലീസ് ചെയ്യും, പുറത്തുവിടുന്നവരാണ് ഈ ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന മെറ്റൽസ് എല്ലാം. പിന്നെ നാലാമത്തെ പോയിന്റ്, വി ക്യാൻ കാൽക്കുലേറ്റ് EMF ഓഫ് ദ സെൽ. EMF എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? കാഥോഡിന്റെയും ആനോഡിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് EMF കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഇതിൽ വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? EMF കിട്ടും. അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വി ക്യാൻ കമ്പയർ ദ ആക്ടിവിറ്റി ഓഫ് എലമെന്റ്സ്. രണ്ട് എലമെന്റ്സ് തന്നു കഴിഞ്ഞാൽ ഏതാ കൂടുതൽ ആക്റ്റീവ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഇലക്ട്രോകെമിക്കൽ സീരീസ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 5 പോയിന്റ്സ് ആണ് പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ആണ് ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് കൊറോഷൻ. അപ്പോൾ കൊറോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു വസ്തു കുറച്ച് ദിവസം നമ്മൾ വല്ല മോയ്സ്ചർ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു റെഡിഷ് ബ്രൗൺ കളറിലെ ഒരു പ്രസിപിറ്റേറ്റ് പോലെ, ഒരു പൊടി പോലെ അല്ലെങ്കിൽ ഒരു ലെയർ കാണാം, ഒരു ബ്രൗൺ കളറിലെ ലെയർ കാണാം. അതിന് പറയുന്ന പേരാണ് കൊറോഷൻ. അതായത് ഇപ്പോൾ ഇരുമ്പൊക്കെ തുരുമ്പെടുക്കുന്നതൊക്കെ എന്താണ്? കൊറോഷനാണ്. അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസും അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റും കാരണം മെറ്റൽസ് പതിയെ നശിക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കൊറോഷൻ. അപ്പോൾ എന്താണ് കൊറോഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്ലോ ഡീകേ ഓഫ് മെറ്റൽസ്. മെറ്റൽസ് പതുക്കെ നശിക്കുകയാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു ദ അറ്റാക്ക് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഓൺ ഇറ്റ് സർഫസ്. മെറ്റൽസിന്റെ സർഫസിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് പതുക്കെ നശിക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കൊറോഷൻ. നമുക്ക് ഏറ്റവും പരിചയമുള്ള കൊറോഷൻ എന്ന് പറയുന്നത് ഏതാണ്? റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. ഇരുമ്പ് തുരുമ്പെടുക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളതും റസ്റ്റിംഗ് ഓഫ് അയണിന്റെ മെക്കാനിസം ആണ്. അതാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. റസ്റ്റിംഗ് ഓഫ് അയണിന്റെ മെക്കാനിസം, അതായത് ആനോഡ് ഏതാ, കാഥോഡ് ഏതാ, എന്താണ് റിയാക്ഷൻ, ഇങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി റസ്റ്റിംഗ് ഓഫ് അയണിന്റെ മെക്കാനിസം ആണ് പറയുന്നത്. അതായത് അയൺ ബ്ലോക്ക് നമ്മൾ കുറേ ദിവസം ഒരു ഭാഗത്ത് വെച്ച്, ഒരു മോയ്സ്ചർ കണ്ടന്റുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡിഷ് ബ്രൗൺ കളറുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതാണ് റസ്റ്റ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാഥോഡും ആനോഡ് ഏരിയാസ് അവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു അയൺ ബ്ലോക്കിന്റെ ഒരു ഭാഗം ആനോഡായിട്ടും ഒരു ഭാഗം കാഥോഡായിട്ടും ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഗാൽവനിക് സെല്ല് പോലെ ഈ അയൺ ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടെ കൊറോഷൻ അല്ലെങ്കിൽ റസ്റ്റിംഗ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഗാൽവനിക് സെല്ലിന്റെ പ്രത്യേകത എന്താണ്? ആനോഡ് ഏരിയയും കാഥോഡ് ഏരിയയും ഉണ്ട്. അപ്പോൾ വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗമാണ് അയണിന്റെ ഏത് ഭാഗമാണ് വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്നത് അതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ അയൺ ബ്ലോക്കിന്റെ ഏത് ഭാഗമാണോ എയർ ആയിട്ട് കോണ്ടാക്ട് വരുന്നത് അത് കാഥോഡായിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ ദ അയൺ പോർഷൻ which is in contact with water act as anode and which is in contact with the air can act as cathode. അപ്പോൾ ആനോഡ് കാഥോഡ് ഏരിയാസ് സെപ്പറേറ്റ് അവിടെ ഫോം ചെയ്തു. അപ്പോൾ ആനോഡിൽ സ്വാഭാവികമായിട്ട് എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. അതായത് ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. ആ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആനോഡും കാഥോഡും അവിടെ സെപ്പറേറ്റ് ഫോം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് അവിടെ നടക്കും. അങ്ങനെ ഫൈനലി ഒരു അയൺ അതിൻ്റെ ഓക്സൈഡ് ആയിട്ട് മാറും. അതായത് Fe2O3.XH2 എന്നുള്ളൊരു കോമ്പൗണ്ട് ആയിട്ട് അയണിന്റെ മുകളിൽ ചെറിയ പ്രസിപിറ്റേറ്റ് ഫോം ചെയ്യാൻ തുടങ്ങും. അതാണ് റസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻ റസ്റ്റിംഗ് a separate anodic and cathodic areas are formed on the surface of the iron block. സെപ്പറേറ്റ് ആനോഡ് കാഥോഡ് ഏരിയകൾ ഫോം ചെയ്യും. അതായത് ഒരു ഗാൽവനിക് സെൽ അവിടെ ഫോം ചെയ്യും. ഇനി ഏതാണ് ആനോഡ് ഏതാണ് കാഥോഡ് എന്നാണ് അടുത്ത പോയിന്റ്. The portion of iron contact with the water act as anode. വാട്ടറുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഭാഗം ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. And the portion which is in contact with the air act as cathode. എയറുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഭാഗം കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. The electrons are released at anode and moves towards the cathode. അതായത് ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷനാണ് നടക്കുക. അതായത് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എവിടേക്കാണ്? കാഥോഡിലേക്കാണ്. ഇനി എന്താണ് റസ്റ്റ് എന്ന് പറയുന്നത്? റസ്റ്റ് ഈസ് എ റെഡിഷ് ബ്രൗൺ കളേർഡ് കോമ്പൗണ്ട്
വിത്ത് ഫോർമുല Fe2O3.xH2O. ഇതാണ് അതിന്റെ ഫോർമുല. റെഡിഷ് ബ്രൗൺ കളറാണ്. ഇനി ഇത് ഫോം ചെയ്യുന്നത് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷന്റെ ഫലമായിട്ട് ഇത് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മെക്കാനിസം ഓഫ് റസ്റ്റിംഗ് ഓഫ് അയണിന്റെ ബാക്കിയാണ് പറയുന്നത്. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് പറയുന്നത്. ആനോഡിലെ കാഥോഡിലെ സെപ്പറേറ്റ് റിയാക്ഷൻസ്. ആനോഡിൽ നിങ്ങൾക്ക് അറിയാം ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. അതായത് അയണിന് രണ്ട് ഇലക്ട്രോണെ നഷ്ടപ്പെട്ട അയൺ Fe2+ അയോൺസ് ആയിട്ട് മാറുന്നു. അതായത് ഓക്സിഡേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇനി കാഥോഡില് ഈ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ റിഡക്ഷൻ ആണ് കാഥോഡിൽ നടക്കുന്നത്. 4H++ 4 ഇലക്ട്രോൺ പ്ലസ് O2 gives 2H2O. ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം 2 ഇലക്ട്രോൺ ആണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. ഇവിടെ 4 ഇലക്ട്രോൺ വെച്ചിട്ടാണ് റിയാക്ഷൻ. അതായത് ഇങ്ങനത്തെ 2 Fe2+ ആയി മാറിക്കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഇവിടെ റിലീസ് ചെയ്യും? 2 എണ്ണം റിലീസ് ചെയ്യും. ഇപ്പൊ രണ്ടിലും കൂടെ 4 ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഇത്തരത്തിൽ 2 റിയാക്ഷൻ നടന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു Feക്ക് പകരം നമ്മൾ എന്ത് എഴുതി? 2 Fe എന്ന് എഴുതി. പിന്നെ 4H+ അതുപോലെ എടുത്ത് എഴുതി. O2 എടുത്ത് എഴുതി. ഈ 4 ഇലക്ട്രോണും ഇതിലപ്പോൾ 4 ഇലക്ട്രോൺസ് വരും. രണ്ടെണ്ണം ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 4 ഇലക്ട്രോൺസ് വരും. അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദാറ്റ് ഗിവ്സ് 2Fe2+ 2H2O. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. അതായത് Fe2+ അയോൺസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഈ Fe2+ അയോൺസ് ആണ് പിന്നീട് Fe2O3 ആയിട്ട് മാറുന്നത്. അത് ഹൈഡ്രേറ്റ് ചെയ്യും. അതായത് വാട്ടർ മോളിക്യൂൾസുമായിട്ട് ചേർന്ന് Fe2O3.xH2O ആയിട്ട് മാറും. ഇതാണ് റസ്റ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. അപ്പോൾ റിയാക്ഷൻസ് 3 റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഓവറോൾ റിയാക്ഷൻ. അങ്ങനെ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? Fe2O3.xH2O. ഇതാണ് അയൺ ബ്ലോക്കിന്റെ മുകളിൽ കാണുന്ന റെഡിഷ് ബ്രൗൺ കളറുള്ള റസ്റ്റ് എന്ന് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ആണ് ഈ പറയുന്നത്. അതായത് കൊറോഷൻ തടയാനുള്ള പ്രധാനപ്പെട്ട 3 മെത്തേഡുകളാണ് പറയുന്നത്. അതിലെ ഒന്നാമത്തെ മെത്തേഡാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയൺ ഒബ്ജക്റ്റിനെയാണ് എല്ലാ മെത്തേഡ്സും പറയുന്നത് അയൺ ഒബ്ജക്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. അയണാണ് പെട്ടെന്ന് കൊറോഷൻ അല്ലെങ്കിൽ റസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ അയൺ ഒബ്ജക്റ്റിന്റെ മുകളിൽ അയണിനേക്കാൾ ആക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ വെച്ച് കവറിങ് കൊടുക്കുന്നു. അതിപ്പോൾ സിങ്ക് ആവാം, കാഡ്മിയം ആവാം, നിക്കൽ ആവാം, അതുപോലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ മെറ്റൽസ് വെച്ച് ഒരു കോട്ടിങ് കൊടുക്കുന്നു. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ കൊറോഷൻ നടക്കുന്നതിന് മുമ്പ് ഈ ആക്ടിവിറ്റി കൂടിയ മെറ്റലിനാണ് കൊറോഷൻ നടക്കുക. അപ്പോൾ അയൺ അവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ കോട്ടിംഗ് നടത്തിയ മെറ്റൽസിനായിരിക്കും കൊറോഷൻ നടക്കുക. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റല് അയണിന് വേണ്ടിയിട്ട് സ്വയം സാക്രിഫൈസ് ചെയ്യാണ്, സ്വയം കൊറോഷൻ നടക്കുകയാണ്. അതുകൊണ്ട് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നും ഈ മെത്തേഡിന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. എ മോർ ആക്റ്റീവ് മെറ്റൽ ഈസ് കോട്ടഡ് ഓൺ അയൺ ഒബ്ജക്ട്സ്. അയൺ ഒബ്ജക്ട്സിന്റെ മുകളിൽ ഒരു ആക്റ്റീവ് മെറ്റൽ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്നത് നിക്കൽ, കാഡ്മിയം, സിങ്ക് പോലുള്ള മെറ്റൽസ് ആയിരിക്കും. സോ ദ ആക്റ്റീവ് മെറ്റൽ ഗെറ്റ് കൊറോഡഡ്. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് മെറ്റലാണ് പെട്ടെന്ന് കൊറോഷൻ നടക്കുക. കാരണം അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലുള്ള വാട്ടർ കണ്ടന്റുമായിട്ട് ഓക്സിജനുമായിട്ടൊക്കെ വേഗത്തിൽ റിയാക്ഷൻ നടക്കും, വേഗത്തിൽ കൊറോഷൻ നടക്കും. അപ്പോൾ സോ ദ ആക്റ്റീവ് മെറ്റൽ ഗെറ്റ് കൊറോഡഡ്. അതിനാണ് പെട്ടെന്ന് കൊറോഷൻ നടക്കുക. അയൺ റിമൈൻസ് പ്രൊട്ടക്റ്റഡ്. അയൺ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. അയണിന് വേണ്ടിയിട്ട് കൊറോഷൻ നടന്നത് ആക്റ്റീവ് മെറ്റൽ ആണ്. അതുകൊണ്ട് ഒരാൾ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതിന്റെ അർത്ഥത്തിൽ കോമൺ ആയിട്ട് അതിനെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നും പറയുന്നു. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗാൽവനൈസേഷൻ എന്നുള്ള പ്രോസസ്സാണ്. നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ GI ഷീറ്റ്സ് കണ്ടിട്ടുണ്ടാവും. അതായത് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുകളാണ്. അതിന്റെ പ്രത്യേകത അയൺ അല്ലെങ്കിൽ സ്റ്റീലിനെ നമ്മളൊരു സിങ്ക് വെച്ചിട്ട് ഒരു തിൻ ലെയർ ഓഫ് സിങ്ക് വെച്ച് കോട്ടിങ് കൊടുക്കുകയാണ്. വളരെ കനം കുറഞ്ഞ സിങ്ക് ലെയർ വെച്ച് കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകത സിങ്കിനായിരിക്കും കൊറോഷൻ നടക്കുകയാണെങ്കിൽ നടക്കുക, അയൺ അവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ ഒരു പ്രോസസ്സിന് ഗാൽവനൈസേഷൻ എന്നാണ് പറയുക. അതായത് അയൺ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു തിൻ ലെയർ ഓഫ് സിങ്കിന്റെ കോട്ടിങ് കൊടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. അങ്ങനെ കിട്ടുന്ന ഷീറ്റിന് പറയുന്ന പേരാണ് GI ഷീറ്റ്. ദാറ്റ് ഈസ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗാൽവനൈസേഷൻ ആണ്. ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് അയൺ. അയൺ ആവാം അല്ലെങ്കിൽ സ്റ്റീൽ ആവാം. സ്റ്റീൽ ഷീറ്റ് വിത്ത് എ തിൻ ലെയർ ഓഫ് സിങ്ക് ഈസ് കാൾഡ് ഗാൽവനൈസേഷൻ. അങ്ങനെ കിട്ടുന്ന ഷീറ്റിന് പറയുന്ന പേരാണ് GI ഷീറ്റ്. GI ഷീറ്റ്സ് ആർ ഫോംഡ്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി കൊറോഷൻ തടയാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത്. ദാറ്റ് ഈസ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. കാഥോഡിക് പ്രൊട്ടക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് അയൺ ഒബ്ജക്റ്റിനെ കാഥോഡായി നിർത്തുന്നു. ഒരു ആക്റ്റീവ് മെറ്റൽ സിങ്കോ, മാഗ്നീഷ്യോ, അലുമിനിയോ പോലുള്ള ഒരു ആക്റ്റീവ് മെറ്റലിനെ നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നു. അതായത് പോസിറ്റീവ് ടെർമിനലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു.
ഇതിൽ ആനോഡിനാണ് കൊറോഷൻ സംഭവിക്കുക, കാഥോഡ് പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കും. ഇതാണ് ഇത് രണ്ട് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സേ പറയുന്നുള്ളൂ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ റിയാക്റ്റീവ് മെറ്റൽ സച്ച് ആസ് സിങ്ക് ഓർ മാഗ്നീഷ്യം ഈസ് മെയ്ഡ് ആനോഡ് ആൻഡ് അയൺ ഒബ്ജക്ട് ആക്ട് ആസ് ദി കാഥോഡ്. അയൺ ആണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആനോഡ് ഗെറ്റ് കൊറോഡഡ് ആൻഡ് കാഥോഡ് റിമൈൻസ് പ്രൊട്ടക്റ്റഡ്. കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്? അയൺ ആണ്, അത് പ്രൊട്ടക്റ്റഡ് ആവും. ആനോഡായിട്ട് എടുക്കുന്ന ആക്റ്റീവ് മെറ്റൽ ഏതാണോ അതിനാണ് കൊറോഷൻ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് പറയുന്നത് ആന്റി റസ്റ്റ് സൊല്യൂഷൻ. ആന്റി റസ്റ്റ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത് ആൽക്കലൈൻ സൊല്യൂഷനോ ഫോസ്ഫേറ്റ് ഓർ ക്രോമേറ്റ്. അതായത് ഫോസ്ഫേറ്റോ ക്രോമേറ്റോ സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഏതെങ്കിലും ആൽക്കലി അതായത് ബേസ് അതിൽ ലയിപ്പിച്ചെടുത്ത സൊല്യൂഷനാണ് ആന്റി റസ്റ്റ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ആന്റി റസ്റ്റ് സൊല്യൂഷന്റെ പ്രത്യേകത അതിൽ നമ്മൾ ഈ അയൺ ബ്ലോക്ക് ഏതാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആ അയൺ ബ്ലോക്കിനെ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ അയൺ ബ്ലോക്കിന് ചുറ്റും ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയർ എന്ത് ചെയ്യും? കൊറോഷനെ തടയുന്നതാണ്. അപ്പോൾ ഇതാണ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ മെത്തേഡ്, യൂസ് ഓഫ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. The alkaline solution of phosphate or chromate act as anti-rust solution. ആൽക്കലൈൻ സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോസ്ഫേറ്റിനെയോ ക്രോമേറ്റിനെയോ നമ്മൾ ഏതെങ്കിലും ആൽക്കലി അല്ലെങ്കിൽ ബേസിൽ ലയിപ്പിച്ചെടുത്തതാണ്, ഡിസോൾവ് ചെയ്തെടുത്തതാണ്. സെക്കൻഡ് പോയിന്റ്, when iron object is dipped in this solution. ഈ സൊല്യൂഷനിൽ നമ്മൾ അയൺ ഒബ്ജക്റ്റ് ഡിപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ a layer is formed on the surface of the iron. അയണിന് ചുറ്റും ഒരു തിൻ ലെയർ ഫോം ചെയ്യും, which protect അല്ലെങ്കിൽ which prevent corrosion. അത് കൊറോഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് മൊഡ്യൂൾ.